ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുവചനം ധ്യാനിക്കുവാൻ ലഭിച്ചിരിക്കുന്ന മനോഹരമായ സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മാന്യ ശ്രോതാക്കളെ ഈ ദിവ്യ സന്ദേശത്തിലേക്ക്, വിടുവിക്കുന്ന സന്ദേശത്തിലേക്ക്, സൗഖ്യമാക്കുന്ന, ജീവനും ചൈതന്യവും തരുന്ന, പാപബോധവും നിത്യജീവനും തരുന്ന ഈ സുവിശേഷ സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അനേക ദിവസങ്ങളായി തിരുവചനം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അനേക വിഷയങ്ങൾ തുടർച്ചയായി ദൈവവചനത്തിലൂടെ കേൾക്കുന്ന എല്ലാ സ്നേഹിതരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സഹകരണവും ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. കത്തുകൾ അയച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഈ ശുശ്രൂഷയിൽ സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഇതിന്റെ ചിലവുകളിൽ നിങ്ങൾക്ക് കൂട്ടായ്മ കാണിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഈ ശുശ്രൂഷ മുടങ്ങാതെ ചെയ്തു പോകുവാൻ കർത്താവ് കൃപ നൽകേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ പ്രയോജനമാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. 244 പേജ് യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നമുക്കെടുക്കാം. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം മുതൽ വായിക്കുന്നു. ബൈബിൾ തുറന്ന് ഈ വാക്യം ശ്രദ്ധിപ്പാൻ ഞാൻ നിങ്ങളോട് വിനയത്തോടെ അപേക്ഷിക്കുന്നു. ബൈബിൾ ലോകത്തിലുള്ള 2000-ലധികം ഭാഷകളിൽ തർജ്ജിമ ചെയ്ത ഈ അതിമനോഹര ഗ്രന്ഥം നമുക്ക് തുറന്ന് വായിക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. നമുക്ക് ഈ വചനം ധ്യാനിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മനോഹരമായ തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഇത് ധ്യാനിക്കുവാനുള്ള കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പല പല വിഷയങ്ങളിലൂടെ നാം ഈ ദിവസങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ഇന്നിപ്പോൾ വായിച്ച വേദഭാഗം പാപമോചനത്തോട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. പാപമോചനത്തോട് ബന്ധപ്പെട്ട് അതിൽ നാം ഒന്നാമത് ഗ്രഹിക്കേണ്ടത്, ആർക്കാണ് പാപമോചനം ആവശ്യം? നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത് കള്ളുടിയന്മാര്, കൊലപാതകന്മാര്, വ്യഭിചാരികള്, മോഷ്ടാക്കള്, ഇങ്ങനെ അറിയപ്പെട്ട വൻകിട പാപികൾക്കാണ് പാപമോചനം ആവശ്യമെന്നാണ്. നമ്മൾ പാപികളെന്ന് നമ്മൾ വിളിക്കുന്നത് ദുഷ്ടന്മാരെന്നൊരു ധാരണയിലാണ്. ഇവിടെ നമുക്കൊരു തിരുത്തൽ, ഒരു ധാരണ തിരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കപടഭക്തി മാറ്റിയിട്ട് നാം സത്യത്തിലേക്ക് വരണം. പാപി ആര് എന്നുള്ളത് ആദ്യം പഠിക്കണം. ഈ സത്യമാണ് സുവിശേഷത്തിന്റെ ഡോർ തുറക്കുന്നത്. ആർക്കാണ് പാപമോചനം ആവശ്യം? ആർക്കാണ് സുവിശേഷം ആവശ്യം? ആരാണ് പാപി? ഇതിലേക്ക് നമ്മൾ
ബൈബിളിലൂടെ ഒരു അന്വേഷണം നടത്തണം. ഇവിടെ നോക്കുക, ഞാൻ നിങ്ങളോട് ബൈബിളിൽ നിന്ന് പറയാം. ഈ വായിക്കുന്ന പുസ്തകം 1 യോഹന്നാൻ, അതായത് 244 പേജാണ്, 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്കൊന്നും ശ്രദ്ധിക്കൂ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പൊ നമുക്ക് പാപമില്ലെന്നൊരാൾ പറഞ്ഞാൽ, എനിക്ക് പാപമില്ല, ഞങ്ങൾ സുവിശേഷമൊക്കെ പറയും. ചില ആളുകൾ പറയും, അതൊക്കെ വല്ല പാപികളോടും പോയി പറ, അതൊക്കെ വല്ല ദുഷ്ടന്മാരോടും പറയും. അതെ, പാപികളോടും ദുഷ്ടന്മാരോടുമാണ് സുവിശേഷം പറയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരാണ് പാപികളും ദുഷ്ടന്മാരും? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില ധാരണപ്പശകൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. പോലീസ് പിടിച്ചോണ്ട് പോയവരും ജയിലിൽ കിടക്കുന്നവരും മോശമെന്ന് സമൂഹം മുദ്ര കുത്തിയവരുമായ കുറച്ച് ആളുകളാണ് പാപികളെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല സത്യം. ഇവിടുത്തെ വചനം ശ്രദ്ധിച്ചോ. എനിക്ക് പാപമില്ല എന്ന് പറയുന്നവൻ സ്വയം വഞ്ചകനാണ്. പാപി അല്ലാതില്ലൊരു നരൻ ഭൂതലേ, കോപശീലം ശിശുവിലുമുണ്ടല്ലോ എന്ന് ഒരു ഗീതം തന്നെ ഇന്ത്യയിൽ പ്രസിദ്ധമായി ഉണ്ട്. മനുഷ്യൻ പാപിയാണെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ 1-ാമത്തെ പാഠം. ബൈബിളിന്റെ പ്രസംഗം, പ്രഭാഷണം ഇവിടെ തുടങ്ങുന്നു. ബൈബിളിൽ നിന്നുകൊണ്ട് സാരോപദേശ കഥകൾ പ്രസംഗിക്കുന്ന ധാരാളം പ്രസംഗികർ ടെലിവിഷനിൽ ഇപ്പോൾ കയറിപ്പറ്റിയിട്ടുണ്ട്. ഞാൻ ധാരാളം പ്രോഗ്രാം ടെലിവിഷനിൽ ഇത് സമയം കിട്ടുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് സാരോപദേശ കഥകൾ പറയുന്ന ധാരാളം ഭക്തശിരോമണികളെ ഞാൻ കണ്ടു. എനിക്ക് അവരോട് ബഹുമാനമുണ്ടെങ്കിലും എനിക്കൊരൽപ്പം വിഷമമുള്ളത്, സുവിശേഷമല്ല ഈ പറയുന്നതൊന്നും. അവരിതിനകത്തുനിന്ന് ഒരു പുഷ്പത്തെക്കുറിച്ച് ഒരാൾ പ്രസംഗിക്കുന്നു, പിന്നെ ഇതിനകത്തെ ചില കഥകൾ പറയുന്നു, പിന്നെ മറ്റ് ചില കഥാപാത്രങ്ങളെ സങ്കല്പിച്ചു പറയുന്നു. ഇങ്ങനെയൊക്കെ കുറച്ച് സാരോപദേശങ്ങൾ നല്ലതായിട്ട് നടക്കണമെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നല്ലതായിട്ട് നടക്കാൻ പറയുന്നത് നല്ല കാര്യം. കുറച്ച് സാരോപദേശങ്ങളൊക്കെ മനുഷ്യരെ പഠിപ്പിക്കുന്ന കുറ്റമില്ല. പക്ഷെ സുവിശേഷം അതല്ല. ബൈബിൾ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സുവിശേഷം ഒരൊറ്റ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതെന്താണ് ആ വിഷയം? പാപിയായ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. പാപത്താൽ തകർക്കപ്പെട്ട മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാമാർഗമാണ് യേശു. ഇതാണ് സുവിശേഷം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ 1-ാം പാഠം നമുക്ക് ഇങ്ങനെ പഠിക്കാം: മനുഷ്യൻ പാപിയാണ്. ഇവിടെ നോക്കൂ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ അറിയേണ്ട അതിപ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുന്നു. ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികൾ ആണ്. അവർ പാപത്തിലാണ് പിറന്നത്, അവർ പാപത്തിലാണ് ജീവിക്കുന്നത്. ഈ പാപിയായ മനുഷ്യനെ മതങ്ങൾ എന്തു ചെയ്തു? മതങ്ങൾ പാപമോചനത്തിന് വേണ്ടി ഇവന്റെ കയ്യിൽ നിന്ന് കർമ്മങ്ങളും ദാനങ്ങളും യാഗങ്ങളും വാങ്ങുന്നു. അപ്പോൾ ഇവന്റെ പാപം ഇവന്റെ അകത്താണ്, ഇവനിലാണ്. അതിന് പകരമായി ഇവൻ ചില യാഗങ്ങളോ കർമ്മങ്ങളോ നടത്തി രക്ഷപ്പെടാമെന്ന് മതങ്ങൾ ഇവനെ പഠിപ്പിച്ചു. ഇങ്ങനെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പാപത്തിന് പരിഹാരം കണ്ടെത്താതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഒരു സത്യം നാം പറയുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ വെച്ച് എനിക്ക് പാപമോചനം കിട്ടി എന്ന് പറയാൻ കഴിവുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നമ്മൾ വിഷയത്തിലേക്ക് വരണം. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ആയുസ് പോകരുത്. എനിക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ തന്റെ ഇടമുള്ള ആരെയെങ്കിലും നിങ്ങൾ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് പാപമില്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ള ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മനസാക്ഷി വഞ്ചിക്കാതെ നാം പറയുകയാണെങ്കിൽ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ, അതായത് മനസാക്ഷിയിൽ, അവനിൽ കുറ്റബോധം എപ്പോഴുമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന ബോധമുള്ള മനുഷ്യനാണ്. മനുഷ്യൻ പാപിയല്ല എന്ന് പറയുമ്പോൾ അവൻ സ്വയം വഞ്ചിക്കുന്നു എന്ന് ഈ ബൈബിൾ പറയുന്നു. അപ്പോൾ മനുഷ്യൻ പാപിയാണ് എന്ന് ഉറക്കെ പറയുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. നിങ്ങൾക്ക് സമാധാനം തരുന്ന പുസ്തകം, നിങ്ങൾക്ക് സൗഖ്യം തരുന്ന പുസ്തകം, നിങ്ങൾക്ക് പ്രത്യാശ തരുന്ന പുസ്തകം, നിങ്ങളെ പലപ്പോഴും ധൈര്യപ്പെടുത്തിയിട്ടുള്ള ഈ പുസ്തകം ഒരു അതിശക്തമായ മുന്നറിയിപ്പും കൂടെ തരുന്നുണ്ട്. നിങ്ങൾ പാപിയാണ്. നിങ്ങൾ മാന്യനായിരിക്കാം, നിങ്ങൾ പള്ളിക്കമ്മിറ്റിയിലെ അംഗവുമായിരിക്കാം, നിങ്ങൾ പുരോഹിതനോ അതിനേക്കാൾ ഉയർന്നയാളോ ആകാം. പക്ഷെ വേദപുസ്തകം പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിന് മുൻപിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നിൽ പാപമില്ല എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അവൻ സ്വയം വഞ്ചിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ആകയാൽ നമുക്ക് ഈ വചനത്തെ അംഗീകരിക്കാം. അടുത്ത പ്രസ്താവന റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ബൈബിളിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് മനുഷ്യനായ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ സകല മനുഷ്യരും പാപത്തിൽ ആണ് എന്നതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം പാപത്തെ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ബൈബിൾ വീണ്ടും പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അടുത്ത പ്രസ്താവന, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അടുത്ത പ്രസ്താവന, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. മനുഷ്യനെ ന്യായം വിധിക്കുന്ന ദൈവം പാപത്തിന്റെ പ്രവൃത്തികളെ വീഡിയോ ടേപ്പ് സഹിതം കാണിച്ച് മനുഷ്യനെ ന്യായം വിധിക്കുമെന്ന് ബൈബിൾ ശക്തമായി പറയുന്നു. ഇങ്ങനെ പാപത്തെക്കുറിച്ചും പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വളരെ ശക്തമായി പറയുന്ന ഏക ഗ്രന്ഥമാണ് ബൈബിൾ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദൈവം, മനുഷ്യനെ ഏറ്റവും കൂടുതൽ കരുതുന്ന ദൈവം, മനുഷ്യനെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ദൈവം, മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, ഉയർത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ഈ ബൈബിൾ മനുഷ്യൻ പാപിയാണെന്നുള്ള സത്യം ശക്തമായി പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും യോഗങ്ങളോ ധ്യാനയോഗങ്ങളോ ബൈബിൾ പ്രഭാഷണങ്ങളോ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു പാപിയാണ് എന്ന സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഞാനൊരു ഉദാഹരണം പറയാം. വയറ്റിൽ നിങ്ങൾക്കൊരു വേദന, അവിടെ നിങ്ങൾ അടുത്തുള്ളൊരു വൈദ്യനെ കണ്ടു. വൈദ്യൻ നിങ്ങൾക്കൊരു കഷായം തന്നു, അല്പക്കുറവ് പോലെ തോന്നി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിഷമം തോന്നി. നിങ്ങൾ ആ വൈദ്യനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു കഷായവും പുറത്ത് ഒരു കുഴമ്പിട്ട് ചൂട് വയ്ക്കാനുള്ള കുറിപ്പടിയും തന്നുവിടുന്നു. അല്പക്കുറവൊക്കെ തോന്നി, പക്ഷെ നിങ്ങൾക്ക് വയറ്റിൽ എന്തോ ഒരു ഖനം പോലെ പിന്നെയും തോന്നുന്നു. എന്നാൽ വേദന കുറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വീട്ടിൽ വരുന്നു. അദ്ദേഹം നിങ്ങളോട് പറയുകയാണ്, ചേട്ടാ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം.
അന്നേരം നിങ്ങൾ ചോദിക്കുന്നത് എന്താ സ്കാൻ? അതെ, ഇന്ന് നമ്മളിങ്ങനെ പഴയ പോലെ വെച്ചോണ്ടിരിക്കരുത്. എന്താണ് വയറ്റിൽ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ രോഗം നിർണയിക്കാതെ മരുന്ന് കഴിക്കരുത് ചേട്ടാ, പ്ലീസ്. നമുക്ക് ആദ്യം രോഗം ഒന്ന് കണ്ടുപിടിക്കാം എന്ന് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെ നിങ്ങൾ സിറ്റിയിലേക്ക് പോകുന്നു, വലിയ പട്ടണത്തിൽ ചെല്ലുന്നു, ഒരു സ്കാനിംഗ് സെന്ററിൽ ചെല്ലുന്നു. അദ്ദേഹം നിങ്ങളെ കംപ്ലീറ്റ് സ്കാൻ ചെയ്തിട്ട് പറയുന്നു നിങ്ങളുടെ വയറ്റിൽ ക്യാൻസർ ആണ്. ഇതിൽ ആരാണ് നിങ്ങളെ വേദനിപ്പിച്ചത്? നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ ഞെട്ടുമാറാക്കി, നിങ്ങളെ പരിഭ്രമിച്ചു, നിങ്ങളുടെ മുഖം വാടി, നിങ്ങൾ വിയർക്കുന്നു, ടെൻഷനായി. ഈ ദ്രോഹം മുഴുവൻ ചെയ്തത് ഈ സ്കാനറാണ്. ഇത് സ്കാൻ ചെയ്ത ആളാണ് നിങ്ങളെ വിരട്ടിയത്, നിങ്ങളെ ഇപ്പൊ വിഷമിപ്പിച്ചത്. ഇതിനു മുമ്പത്തെ വൈദ്യൻ നിങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു. പേടിക്കേണ്ട, 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 കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും ഒരിടത്തോട്ടാ പോകണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഇത്രയും കാലം ഇവിടെ ഇട്ട് ചുറ്റിക്കറക്കിയത് ആരാണ്? ഈ നാട്ടുവൈദ്യന്മാരാണ്. പക്ഷെ ഓർക്കുക, അവർ വ്യാജമാണ് പറഞ്ഞത്, മനഃപൂർവ്വമല്ല. അവർക്കത്രേ അറിയുള്ളൂ. അവർക്കറിയാവുന്നത് അവർ പറഞ്ഞു. അവർക്കറിയില്ല എന്ന കാരണത്താലോ നിങ്ങൾക്ക് ഇതുവരെ ഭയം തട്ടിയിട്ടില്ല എന്ന കാരണത്താലോ നിങ്ങളുടെ വയറ്റിൽ അസുഖമില്ലെന്ന് വരുന്നില്ല. പക്ഷേ അത് കണ്ടുപിടിച്ചില്ലെന്നുള്ളതാണ്. ഇതിനെ ഞാൻ ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കാം. നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മതങ്ങളും മതഗുരുക്കന്മാരും പുരോഹിതന്മാരും എല്ലാം ഒരുപോലെ പാപത്തിന്റെ കീഴിലാണ്. അവർക്കറിയാവുന്നത് വെച്ച് അവർ പറയുന്നു, ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചൊല്ലി, ഈ പറഞ്ഞ ഗീതങ്ങളൊക്കെ ചൊല്ലി, ഈ പറഞ്ഞതൊക്കെ ചെയ്ത് ഈ യാഗങ്ങളും കർമ്മങ്ങളൊക്കെ കഴിച്ച് നമുക്കങ്ങ് പോകാം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പാപമോചനം ലഭിച്ചുവെന്ന്? ഇല്ല. നടത്തുന്നയാൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ആരെങ്കിലും ഒരാൾ പാപമോചനം ലഭിച്ചതായിട്ട് ഇവിടെ പറയുന്നുണ്ടോ? സാക്ഷ്യം പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ രോഗശാന്തിയുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ സാമ്പത്തിക ഭദ്രത കിട്ടിയ കാര്യമല്ല പറയുന്നത്, ലോട്ടറി കിട്ടിയ കാര്യമല്ല പറയുന്നത്, ജോലി കിട്ടിയ കാര്യമല്ല പറയുന്നത്, നിങ്ങൾക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കി തരുന്ന കാര്യവുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പാപിയാണെന്നുള്ള സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇന്ന് വരെ ഒരു മതവും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഇതാ സുവിശേഷം നിങ്ങൾ അറിയാത്തൊരു സത്യം നിങ്ങളെ അറിയിക്കുന്നു. ഇത് പറയാനാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ നിങ്ങളെ വിളിച്ചത്. പക്ഷേ ബൈബിൾ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിച്ചു വിടാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പാപിയാണെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞാൽ, അംഗീകരിച്ചാൽ, ബോധ്യപ്പെട്ടാൽ മരുന്ന് റെഡി. പരിഹാരം അടുത്ത വർഷമല്ല, അടുത്ത ദ്വീപിലുമല്ല, അടുത്ത മലയുടെ മുകളിലുമല്ല, ഇപ്പോൾ ഇവിടെ വെച്ച് പരിഹാരമാർഗത്തിലേക്ക് നാം പോവുകയാണ്. അതാണ് ബൈബിളിന്റെ ഏറ്റവും മനോഹരമായ വാർത്ത. എന്താണ് ആ വാർത്ത? നോക്കൂ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വേദപുസ്തകത്തോട് ഇഷ്ടമുള്ള പല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ ഈ ഒരു പോയിന്റിലേക്ക് വരുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്താണ് ഈ പറയുന്നേ? കടലിന്റെ മീതെ നടന്ന യേശുവിനെ ഇഷ്ടമാണ്. കുഷ്ഠരോഗിയെ തൊട്ടു സുഖമാക്കിയ യേശുവിനെ ഇഷ്ടമാണ്. ബാലകന്റെ കയ്യിലെ 5 റൊട്ടിക്കഷണം എടുത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അത്ഭുതകരമായി വിളമ്പിയ യേശുവിനെ ഇഷ്ടമാണ്. ഭ്രാന്തനെ സൗഖ്യമാക്കിയ യേശു, ലാസറിനെ ഉയർപ്പിച്ച യേശു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ യേശു, കുരുടന്റെ കണ്ണു തുറന്ന യേശു, കുളക്കരയിൽ കിടന്ന തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയ യേശു. ഇവനെ പോലെ ആരുണ്ട് ലോകത്തിൽ? കാറ്റിനെയും കടലിനെയും നോക്കി വിരലി ചൂണ്ടി പറഞ്ഞു, കാറ്റേ അടങ്ങുക. ഇത്ര വലിയവനായ യേശു കുരിശിൽ അതിവേദനപ്പെട്ട് കരഞ്ഞു മരിക്കുന്ന ഒരു രംഗമാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാന വിഷയം. ചീഞ്ഞു നാറ്റം പിടിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശുവേ, നീ എന്തിനാണ് ഈ കുരിശിൽ കിടന്ന് നിലവിളിക്കുന്നത്? എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ,
ഈ കഴിഞ്ഞ 4 മാസം നിങ്ങളോട് സുവിശേഷം പ്രസംഗിപ്പാൻ നിങ്ങൾ അവസരം തന്നു. നിങ്ങൾ ടെലിവിഷൻ ഓൺ ചെയ്ത് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത്. പക്ഷെ ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ നിങ്ങളോട് പറയുവാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട അതിപ്രധാനപ്പെട്ട സന്ദേശം ഇതാ ഒരിക്കൽ കൂടെ പറയുന്നു. യേശു വെള്ളം വീഞ്ഞാക്കിയതോ, കുരുടന്റെ കണ്ണു തുറന്നതോ, കടലിന്മീതെ നടന്നതോ, ലാസറിനെ ഉയർപ്പിച്ചതോ അല്ല വലിയ കാര്യം. ഇതേ യേശു കൈകളിലും കാലുകളിലും ഇരുമ്പാണി അടിച്ച് കയറ്റി തന്റെ ശരീരം മുഴുവനും ചാട്ടവാറുകൊണ്ട് അടിച്ച് കീറപ്പെട്ടവനായി, തലയിൽ ഇരുമ്പാണി പോലെയുള്ള മുള്ളുകൊണ്ടുള്ള കിരീടം അടിച്ച് തറച്ച് ചോര ഒഴുകുന്നവനായി, അർത്ഥനഗ്നൻ, ഒരു കീറ്റു തുണി മാത്രം ഉടുത്ത് 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഗോൽഗോഥാ കുന്നിൽ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച ഇന്ന് നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഒരു സുവിശേഷകന്റെ ദൗത്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട സന്ദേശങ്ങളെക്കാളെല്ലാം അതിപ്രധാനപ്പെട്ട ഒരു ദൂതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കിടുന്നത്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഏതാണെന്ന് അറിയാമോ? പാപമോചനം. നിങ്ങളുടെ സങ്കീർത്തനം, ബൈബിളിലെ പുസ്തകം സാംസ് 32:1, സങ്കീർത്തനം 32:1, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, 50 ലക്ഷവും കാറും കിട്ടുന്നവൻ ഭാഗ്യവാനെന്ന് ലോട്ടറിക്കാർ വിളിച്ചു പറയും. പിറ്റേ ആഴ്ചയിൽ ആ മനുഷ്യന് നെഞ്ചുവേദനയാണെന്ന് പറയുമ്പോഴോ അവൻ നിർഭാഗ്യവാനെന്നും ലോകം പറയും. എന്നാൽ മരണം വിട്ട് ജീവനിലേക്ക് കടത്തുന്ന സുവിശേഷം അറിഞ്ഞവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ഈ രഹസ്യം നിങ്ങളെ ഗ്രഹിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ യേശുവിന് അധികാരമുണ്ട്. രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിന് അധികാരമുണ്ട്. ക്യാൻസർ മാറ്റാൻ യേശുവിന് അധികാരമുണ്ട്. പക്ഷേ ഈ ക്യാൻസർ മാറിയ ആളും ഒരു 70-80 വയസ്സാകുമ്പോൾ മരിക്കുമെന്നേ. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, നിങ്ങൾക്ക് നിത്യജീവൻ തരാനാണ്. മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ തരുവാൻ, ഉറപ്പ് തരുവാൻ, സ്വർഗരാജ്യം തരുവാൻ, പുനരുദ്ധാനം തരുവാനാണ് യേശു വന്നത്. ഇതുകൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. രോഗശാന്തി കൊടുക്കുന്ന വേറെ ആളുകളുണ്ട്, പണം കൊടുക്കുന്ന വേറെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിത്യജീവൻ തരുന്ന യേശുവിനെ കുറിച്ചാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. നിങ്ങൾ യേശുവിന്റെ രക്തത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? യേശുവിന്റെ ഗിരിപ്രഭാഷണം ഇഷ്ടമാ അല്ലേ? ദയവായി ഈ വചനങ്ങളെ ശ്രദ്ധിക്കൂ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം, അതെന്തുവാ? അതാണ് വിഷയം. ദൈവപുത്രനായ യേശു, അവനെ പിടിച്ചു കെട്ടാൻ ഈ ഭൂമിയിൽ ആർക്ക് പറ്റും? അവന്റെ കണ്ണ് കെട്ടാൻ പറ്റുമോ? അവന്റെ കയ്യിൽ ആണിയടിക്കാൻ പറ്റുമോ? അവൻ ആരാണ്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അലറി ഇരമ്പി വരുന്ന തിരമാലയെ അവൻ പറഞ്ഞപ്പോ നിന്നു. അവനെ പിടിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി സ്വയം യാഗമാകാനാണ് ഇവിടെ വന്നത്. അതാണ് അവന്റെ മരണത്തിന്റെ പ്രത്യേകത. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനം. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനം. ഇതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചനം. നാം വായിച്ച വാക്യം 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ാം വാക്യം, 9-ാം വാക്യം, 7 മുതൽ വായിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്.
അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, തിരുവെഴുത്തുകൾ ധ്യാനിപ്പാൻ തരുന്ന അവസരത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യഥാർത്ഥ സുവിശേഷ സത്യം ഗ്രഹിപ്പാൻ ഇവരുടെ ഹൃദയത്തെ ദൈവം ഏകാഗ്രമാക്കണമേ. ആ സുവിശേഷത്തിന്റെ പൊരുൾ തിരിച്ചറിയാതെ പിശാച് പലരെയും ബന്ധിച്ചിട്ടിരിക്കുന്നു. കണ്ണുകുരുടായിരിക്കുകയാണല്ലോ. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അവരുടെ കണ്ണുകൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സത്യമറിയുമ്പോൾ ജനം സ്വതന്ത്രരാകുമെന്നതിന്റെ വചനമാണ്. സത്യം ഗ്രഹിപ്പാൻ കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം പാപമോചനത്തിന് വേണ്ടിയുള്ള ദൈവിക വ്യവസ്ഥയാണ്. ദൈവം നിയമം വിട്ടൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെയുള്ള പാപമോചനം. ഇതാണ് സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രോഗസൗഖ്യവും സമാധാനവും സന്തോഷവും സാമ്പത്തിക വിടുതലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ആണ് ഈ സന്ദേശം പറയുന്നത്. യേശു ഇതൊക്കെ ചെയ്തപ്പോഴും യേശു മരണം എന്ന ആ ശുശ്രൂഷ ഒഴിവാക്കിയില്ലല്ലോ. ഞാൻ വിശദീകരിക്കാം. മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിന് മരിക്കാതിരുന്നുകൂടെ? ക്യാൻസർ സൗഖ്യമായ യേശുവിന് കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലേ? വെള്ളം വീഞ്ഞാക്കുന്നതാണോ ബുദ്ധിമുട്ട്? യഹൂദന്മാർ പിടിക്കാതെ ഓടുന്നതാണോ? എങ്ങനെ ഇതിൽ കൂടുതൽ വിവരിക്കും? ചങ്ങലയിലിട്ടിരുന്ന ഒരു ഭ്രാന്തനെ യേശു വാക്കുകൊണ്ട് സൗഖ്യമാക്കിയല്ലോ. ചങ്ങല പൊട്ടിക്കുന്ന ഒരു രാക്ഷസനായിരുന്നു അവൻ. അവനെ യേശു കെട്ടഴിച്ചു വിട്ടു. അവൻ സൗഖ്യമായി. ഈ യേശുവിനെ പീലാത്തോസിന് കെട്ടാൻ പറ്റുമോ? ഈ യേശുവിനെ യഹൂദന്മാർക്ക് അടിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്കൊരു സംശയം മനസ്സിൽ വരണം. ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ മഹാകരുണയാൽ സുവിശേഷത്തിന്റെ നാനാവശങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു. ധാരാളം പേര് നന്നായി പ്രതികരിക്കുന്നു, ടെലിഫോൺ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ട കാര്യം നാം മറക്കാൻ പാടില്ല. യേശു കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല ഈ ഭൂമിയിൽ എന്ന് നാം കണ്ടു. എത്രയോ പ്രാവശ്യം കണ്ടു, അല്ലേ? ശിഷ്യന്മാര് ഒരു ബോട്ടിലിരുന്ന് യാത്ര ചെയ്യുന്നു. അവരുടെ ബോട്ടിലേക്ക് വെള്ളം കയറി കാറ്റ് കഠിനമായി അവർ മുങ്ങി മരിക്കാൻ പോവാ. അവര് ഭയങ്കരമായിട്ട് കരഞ്ഞു. അവർക്കാകെ ഉള്ളത് യേശുതമ്പുരാനാണ്. ഈ യേശുതമ്പുരാനെ കാണാനുമില്ല. അവരാ കടലിൽ പെരുവെള്ളത്തിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് ഞങ്ങൾ മരിച്ചെന്ന് വിചാരിച്ചപ്പോഴത്തേ വെള്ളത്തിന് മുകളിലൂടെ യേശുതമ്പുരാൻ വരിക. പാവം ഇവർ വിചാരിച്ച് ഭൂതമാണെന്ന്. കാരണം വെള്ളത്തിന് മുകളിലൂടെ മനുഷ്യൻ നടക്കില്ലല്ലോ. യേശു പറഞ്ഞ് ഭയപ്പെടേണ്ട ഞാനാണ് എന്ന് പറഞ്ഞിട്ട് യേശു ആ ബോട്ടിലേക്ക് അങ്ങ് കയറിയിട്ട് കാറ്റിനോട് പറഞ്ഞു അടങ്ങാൻ പറഞ്ഞു. കടലിനോട് പറഞ്ഞു ശാന്തമാകാൻ പറഞ്ഞു. ശാന്തമായി. ആ ശിഷ്യന്മാരായി ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ കാര്യം. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ അവരാണ് ആൾക്കാർ.
അപ്പോൾ അവർ എഴുതി തന്ന കാര്യമാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്. ഈ യേശു എന്തിനു മരിച്ചു എന്നാണ് എന്റെ ചോദ്യം. ചില ആളുകൾ പറയും നിരപരാധിയായ ഈശോമിശിഹായെ അവർ തല്ലിക്കൊന്നു എന്ന്. ഞാൻ നാടൻ ഭാഷ പറയുകയാണ്, ക്ഷമിക്കണം. ചില ആളുകൾ പറയും നല്ലവരെ ആരും ഇവിടെ വെക്കില്ല, യേശു നല്ലവനായിരുന്നു പക്ഷെ കൊന്നു കളഞ്ഞു. യേശുവിനെ കൊല്ലാൻ പറ്റില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം നിങ്ങളുടെ ബൈബിളിൽ നിന്ന് എടുക്കുക. നമുക്ക് ശാന്തമായി ബൈബിളിൽ നിന്ന് നോക്കാം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന്. യേശുവിനെ കൊല്ലാൻ സാധിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം പതിനേഴാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് നോക്കാം. പേജ് നമ്പർ 104. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പോ യേശു തന്റെ ജീവനെ കൊടുക്കുകയായിരുന്നു, തരികയായിരുന്നു. ആർക്ക് കൊടുത്തു എന്ന് പിന്നീട് വായിക്കാം. അടുത്ത വാക്യം, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. യേശു പറയാണ് എന്റെ ജീവനെ എടുക്കാൻ ആർക്കും കഴിയില്ല. നമുക്കറിയാൻ കഴിയില്ല എന്നുള്ള കാര്യം. കാരണം അവൻ ആരാണ്? അവൻ സർവശക്തനായ ദൈവമല്ലേ. അവനെ കൊല്ലാൻ പറ്റില്ല. ആരും അതിനെ എന്നിൽ നിന്ന് എടുത്തു കളയുന്നില്ല. അടുത്ത വാക്യം, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു പറയാണ് ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. കണ്ടോ? അപ്പൊ യേശു സ്വയമായിട്ട് ജീവൻ തന്നു, വീണ്ടും അവൻ ജീവൻ തിരിച്ചെടുത്തു, അഥവാ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞ കാര്യമാണ്. അപ്പൊ യേശുവിനെ, നിരപരാധിയായ യേശുവിനെ കുറെ പേര് ചേർന്ന് കൊന്നു എന്നുള്ള ചിന്ത ശുദ്ധ അബദ്ധമാണ്. അവൻ എന്തിനിവിടെ വന്നു? അവൻ വന്നത് പാപികൾക്ക് വേണ്ടി മരിപ്പാനാണ്. അവൻ വന്നത് മറ്റൊന്നിനുമല്ല, വെള്ളം വീഞ്ഞാക്കാനല്ല. അവൻ ഇവിടെ വന്നത് മരിക്കുവാനാണ്. ഇതാണ് സത്യം, ഇതാണ് സുവിശേഷം, ഇതാണ് ബൈബിൾ സന്ദേശം. ക്രിസ്തുവിന്റെ മരണം യാദർച്ഛിക സംഭവമല്ല, ആത്മഹത്യയല്ല, കൊലപാതകമല്ല, സ്വാഭാവിക മരണമല്ല, അപകടമല്ല, രക്തസാക്ഷി മരണവുമല്ല. പിന്നെ എന്ത് മരണമാണ്? പ്രായശ്ചിത്ത മരണം, യാഗമരണം, പകരമരണം. ഇതാണ് സത്യം. ഇത് നിങ്ങൾ അറിയണം. ഈ സത്യം ഗ്രഹിപ്പാൻ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ തിരുവെഴുത്തുകൾക്കകത്ത് നമുക്ക് നന്നായിട്ട് ഈ വിഷയം പരിശോധിക്കാം. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ആകയാൽ ശ്രദ്ധിക്കുക, യേശു കർത്താവ് തന്റെ ജീവനെ നമുക്ക് തരുകയായിരുന്നു. ആരും അവനെ കൊല്ലുകയല്ലായിരുന്നു. യേശു എന്തിനങ്ങനെ നമുക്ക് വേണ്ടി മരിച്ചു? ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തികളാലോ പ്രഭാഷണത്താലോ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ മരണത്താൽ സംഭവിച്ചത്. വീണ്ടും പറയട്ടെ,
ക്രിസ്തുവിന്റെ വീര്യപ്രവർത്തികളാലോ പ്രസംഗത്താലോ സംഭവിക്കാത്ത ഒരു കാര്യം അവന്റെ മരണത്താൽ സംഭവിക്കുന്നു. എന്താണ് മരണത്താൽ സംഭവിച്ചത്? ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശുവിന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പൊ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി മരണത്തിന്റെ അടിമത്വത്തിൽ കിടന്ന മനുഷ്യനെ നിത്യജീവനിലേക്ക് നടത്തുന്നതാണ് ക്രിസ്തുവിന്റെ മരണം. വീണ്ടും പറയാം, മരണത്തിന്റെ അധികാരിയായ പിശാച്, വിശദീകരിക്കാം, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പിശാചാണ്. ഈ പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതായ ദൈവീക പ്രവൃത്തിയാണ് യേശുവിന്റെ ക്രൂശ് മരണം. ഇത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. അത് അവൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇവിടെ വന്നു. മറ്റൊരു വാക്യത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവായ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഈ സത്യം നിങ്ങൾ അറിയണം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന സത്യം ഇന്നലെ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു. ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞു എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ അതൊരു യാദർച്ഛിക സംഭവമോ കൊലപാതകമോ അല്ല, ക്രിസ്തു സ്വയം നമുക്ക് വേണ്ടി മരിച്ചതാണ് എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയായിരുന്നു. ഇതിനെക്കുറിച്ച് നാം നന്നായി മനസ്സിലാക്കണം. ഇപ്പോൾ വായിക്കുന്നത് 1 യോഹന്നാനിൽ നിന്നാണല്ലോ. അതിന്റെ പുറകിലത്തെ പേജിൽ 240 പേജ് ഒന്ന് എടുക്കാമോ? 1 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം സഹിച്ചു. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഇങ്ങനെ ബൈബിളിൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന ഈ സത്യത്തിലോട്ട് നമ്മുടെ മനസ്സൊന്ന് വരണം. ക്രിസ്തു എന്തിനു മരിച്ചു? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. നീതിമാനായ കർത്താവ് നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ പാപനിമിത്തം ക്രൂശിൽ മരിച്ചു, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിൽ തിരിച്ചു വരാം. ഞാൻ വിശദീകരിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ാം വാക്യം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നാം പാപത്തെ അംഗീകരിക്കണം. ഞാൻ ഓർപ്പിച്ചതും ഇതിനു മുമ്പ് പറഞ്ഞതുമായ സന്ദേശം വീണ്ടും വീണ്ടും പറയുന്നു. ഞാനൊരു പാപിയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് വരെയും നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ പാപമോചനം പ്രാപിക്കണം. ഇതിനേക്കാൾ വലിയൊരു വിഷയമില്ല. ഭൂമിയിൽ ഒരു തത്വശാസ്ത്രത്തിനും മനുഷ്യന്റെ ഹൃദയത്തിൽ സമാധാനം കൊടുക്കാൻ പറ്റത്തില്ല. ഭൂമിയിൽ ഒരു മാജിക് കൊണ്ടും മനുഷ്യന്റെ പാപബോധം മാറ്റാൻ പറ്റത്തില്ല. ഭൂമിയിൽ ഒരു കോടീശ്വരനും നിത്യജീവൻ പ്രോമിസ് ചെയ്യുന്നില്ല. $20 ലക്ഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏൽപ്പിച്ചിട്ട് ഒരു മനുഷ്യൻ മരിച്ചു. എന്റെ ശവം നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സൂക്ഷിച്ചു വെക്കണം. എന്നെങ്കിലും കാലത്ത് ശാസ്ത്രം വളരും. അന്ന്
പഴയ സെല്ലുകൾ ജീവിപ്പിക്കാൻ സാധ്യതയുണ്ടാകും. അന്ന് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് $20 ലക്ഷം ഒരു യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചിട്ട് ഒരാൾ മരിച്ചു. ഇതറിഞ്ഞുകൊണ്ട് അയാളുടെ സുഹൃത്തുക്കളിൽ ചിലർ മരിക്കാൻ നേരത്ത് അതുപോലെ തന്നെ ഒരു നല്ല തുക യൂണിവേഴ്സിറ്റിയിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ 40ഓളം ശവങ്ങൾ ഉയർത്തെഴുന്നേൽപ്പ് കാത്തു കിടപ്പുണ്ട്. അതിനിടയിലാണ് ക്ലോണിങ്ങും മറ്റും വികസിച്ചു വന്നത്. അപ്പോൾ അവര് ചെലവ് ചുരുക്കാനുള്ള ശ്രമമാണ്. തല മാത്രം ഒരു ലായനിക്കകത്ത് മുക്കിയിട്ടാല് കുറെ വർഷങ്ങൾ ഇത് കിടന്നോളും. അങ്ങനെ വരുമ്പോൾ $20 ലക്ഷം വേണ്ട, $40 ലക്ഷം വേണ്ട, ഒരു $10 ലക്ഷം ഉണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് ശാസ്ത്രം വളരുന്ന കാലത്ത് ഈ മനുഷ്യന്റെ തലയിൽ നിന്ന് ബാക്കി ഉടല് പിടിപ്പിച്ച് ഈ വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാമെന്ന പ്രതീക്ഷയോടുകൂടെ വേറെയും കുറെ ശവങ്ങൾ കാത്തുകിടപ്പുണ്ട്. കണ്ടോ, മനുഷ്യന് മരണത്തിൽ നിന്നൊരു ജീവൻ കിട്ടാൻ വേണ്ടിയാണ് ഈ പടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ $40 ലക്ഷം $50 ലക്ഷം ഒരു മനുഷ്യന്റെ സമ്പാദ്യം മുഴുവനും മാറ്റിവെച്ചിരിക്കുക ശാസ്ത്രം വളരുന്ന കാലത്ത് ഉയർത്തെഴുന്നേൽക്കാൻ. ഒരു പൈസ മുടക്കാതെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു വാഗ്ദത്തമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അത് വാഗോണ്ട് പറയുകയല്ല, ചീഞ്ഞു നാറിയ ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന യേശുവാ പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണത്തിൽ നിന്നുള്ള മോചനം തരാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. ഈ സത്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഇതാണ് പ്രധാനപ്പെട്ട സത്യം. ലോകത്തിൽ ഒരു തത്വസംഹിതയ്ക്കും ഈ സന്ദേശം പറയാൻ കഴിയില്ല. ഇത് നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഇത് വെറും ഒരു തിയറിയാണോ? അല്ല. ഇതാദ്യമേ ഞങ്ങൾ അനുഭവിച്ചു, അതിനുശേഷം ഞങ്ങൾ ദിനം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ പോയൊരു മനുഷ്യൻ അവൻ കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ സത്യസുവിശേഷം അവന് പറഞ്ഞു കൊടുത്തു. ഉടനെ അവൻ തകർന്ന ഹൃദയത്തോടും നിറഞ്ഞ കണ്ണുകളോടും കൂടെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. കർത്താവിന്റെ മരണം അവൻ അംഗീകരിച്ചു, വിശ്വസിച്ചു, വായ കൊണ്ട് ഏറ്റുപറഞ്ഞു. അപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ പിന്നീട് പറഞ്ഞത്, എന്റെ ജീവിതമേ മാറിയെന്നാണ്. എന്റെ മരണഭയം മാറിപ്പോയി, എന്റെ നിരാശ മാറിപ്പോയി, എന്റെ ദുഃഖം മാറിപ്പോയി, എന്റെ ടെൻഷൻ മാറിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങളുടെ മീശ മാറിയോ? ഇല്ല. തലമുടി മാറിയോ? ഇല്ല. ഷർട്ട് മാറിയോ? ഇല്ല. പേര് മാറിയോ? ഇല്ല. വീട് മാറിയോ? ഇല്ല. പിന്നെ എന്താണ് മാറിയത്? എന്റെ ഹൃദയത്തിലാണ് മാറ്റം വന്നത്. എങ്കിലും ആ മാറ്റം എന്താണ്? യേശു എന്റെ ഉള്ളിൽ വന്നു. ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, ഞാൻ യേശുവിനോട് കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടണം, ഇത് നാം അറിയണം, നാം അംഗീകരിക്കണം. ഇത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഈ അനുഭവം കിട്ടും. നിങ്ങളിത് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മകനായിത്തീരും. നിങ്ങളിത് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങളിത് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ ദൈവപൈതലായിത്തീരും. നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന് ആ ഭയവും ഭാരവും ഓടിപ്പോവും. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ രോഗിയായി കിടക്കുകയാണോ? വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണോ? മരണത്തിന്റെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണോ? നിങ്ങളുടെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞെങ്കിൽ അതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ മരിക്കും. ഡോക്ടർ പറയുന്നത് നല്ല സംഗതി നിൽക്കുന്നത്. അപ്പം മരണം എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെടണമെന്ന്. നിങ്ങളിപ്പോൾ ആ ഇരിപ്പിൽ, കിടക്കുന്ന കിടപ്പിൽ, ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് കർത്താവിനെ സ്വീകരിക്കുക. ഹൃദയത്തിലേക്ക് യേശുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് അംഗീകരിക്കുന്നു.
ഇത് വാ കൊണ്ട് പറയുകയും യഥാർത്ഥമായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ ദൈവമകനായിത്തീരുന്നു. നിങ്ങൾ സാക്ഷാൽ ദൈവ പൈതലായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആഴം, അർത്ഥം, അതിന്റെ ഉൾക്കാമ്പ് നാം അറിയുമ്പോൾ നാം കെട്ടുപൊട്ടിയ പോലെ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നതുപോലെയായി തീരും. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നതുപോലെയായി തീരും. ലോകത്തിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തടയാൻ കഴിയാത്ത മഹാസ്വാതന്ത്ര്യമാണ് ക്രൂശിലെ മരണത്താൽ ദൈവം നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള മനോഹരമായ സന്ദേശം. വീണ്ടും ഞാൻ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ എങ്ങനെ ശുദ്ധീകരിക്കും? ഒരു ഷർട്ടെ പറ്റിയ കറ ഒരു ലോഷൻ കൊണ്ട് കഴുകുന്നത് പോലെയാണോ? അല്ല. കാരണം യേശുവിന്റെ രക്തം ഒരു കുപ്പിക്കകത്ത് ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ എന്താ ഈ പറയുന്നത്? ഇത് വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. അതായത് അവനെ അടിച്ചു, മുൾമുടി വെച്ചു, ഇരുമ്പാണി അടിച്ചു കയറ്റി, പുറമടിച്ചു കീറി, ഏറ്റവും ഒടുവിൽ കുന്തം കൊണ്ട് കുത്തി. ഈ സമയത്തെല്ലാം രക്തം ഒഴുകുകയാണ്. ഒരു യാഗമൃഗത്തിന്റെ ചോര യാഗപീഠത്തിലേക്ക് വീഴുന്നത് പോലെ ദൈവപുത്രനായ യേശുവിന്റെ ചോര കുരിശിലെ യാഗപീഠത്തിൽ ഒഴുകി. ഇത് നിങ്ങൾ ആദ്യമേ അറിയണം. രണ്ടാമത് അംഗീകരിക്കണം, വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഇപ്പോഴത് പൊതുവകയായിട്ട് കിടക്കുകയാണ്. അത് എനിക്ക് വേണ്ടിയെന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ സ്വയബോധത്തോടുകൂടെ, നിങ്ങളുടെ സമ്മതത്തോടുകൂടെ നിങ്ങളത് ഏറ്റെടുക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യത്തിന്റെ കിടപ്പ്. ഈ സിമ്പിൾ യാഥാർത്ഥ്യം, ഈ ലളിതമായ സത്യം വിശ്വസിക്കാൻ നമുക്ക് എത്രയോ കാലം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് ചെയ്യണം. യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞിട്ട് വർഷം 2000-മായി. ഇന്നത് വാങ്ങാൻ കിട്ടത്തില്ല. പക്ഷേ ഹിരോഷിമയിൽ വീണ ബോംബിന്റെ ശക്തി ഈ 2005-ലുമുണ്ട്. അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ എഫക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2005 കൊല്ലം മുമ്പ് കാൽവറിയിൽ വീണ യേശുവിന്റെ ചോരയ്ക്ക് ഇന്ന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് പാപമോചനമാണ്. നിങ്ങളുടെ പാപം എത്ര ഭീകരമായാലും എത്ര മാരകമായാലും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് മോചനമാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഒന്ന് പരീക്ഷിക്കണേ, ഒന്നങ്ങ് വിശ്വസിക്കണേ. എന്നിട്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ലെങ്കിൽ ഒരു കാർഡ് മേടിച്ചെഴുതണം. ഈ പറയുന്ന സത്യമാണോ പാസ്റ്ററെ? ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് യേശുവിനെ വിശ്വസിച്ചാൽ എനിക്ക് ദൈവമകനാകാൻ പറ്റുമോ? ഇത്ര വലിയ കാര്യം ഇത്ര ലളിതമായിട്ട് കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, പാപമോചനം ഇത്ര എളുപ്പത്തിൽ കിട്ടും. ദൈവപൈതലാകാൻ ഇത്ര വേഗത്തിൽ കഴിയും. വീണ്ടും ജനനം വേഗത്തിൽ സംഭവിക്കും. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുകയും ഇനി ഒരു യാഗവും കഴിക്കാതെ വിശ്വാസത്താൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയും. ഈ സത്യം നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഒരവസരം കൂടെ തരുന്നു. ഇപ്പോൾ തന്നെ അത് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ വചനം ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മുറിയിൽ മുട്ടുകുത്തുക. കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. മരണം ഇനിയുള്ള കാലം മുഴുവനും കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയുക. തീർന്നില്ല. കഴിഞ്ഞ ദിവസം തീരുമാനം എടുത്തവരോട് ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ പ്രസംഗങ്ങളൊക്കെ 140 പ്രസംഗം കേട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? നിങ്ങളിത് ആയിരങ്ങളോട് പറയണം കേട്ടോ. ഈ സത്യസുവിശേഷം അറിയാതെ ഇന്നും വഴിപാടുമായിട്ട് യാഗമായിട്ട് ഇങ്ങനെ മല കയറി നടക്കുന്ന നമ്മുടെ ആളുകൾ, വിഷം കുടിക്കാൻ നോക്കി നടക്കുന്ന എത്രയോ പേര് കേരളത്തിലുണ്ട്. ആത്മഹത്യക്ക് പോകുന്നവരും, കള്ളു കുടിക്കാൻ പോകുന്നവരും, വ്യഭിചരിക്കാൻ പോകുന്നവരും, മോഷ്ടിക്കാൻ പോകുന്നവരും, യാഗവുമായിട്ട് പോണവരും വഴിപാടുമായിട്ട് പോണവരും നമുക്ക് ചുറ്റുമുണ്ട്. അവരോടെല്ലാം നിങ്ങൾ പോയി സുവിശേഷം പറയണം. നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ ആയിരങ്ങളോട് പറയണം. ഈ സത്യം അറിയാത്ത ആയിരങ്ങളെ അറിയിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിക്കട്ടെ. വിശ്വസിച്ചിട്ടില്ലാത്തവർ ഇന്ന് ഇത് വിശ്വസിക്കണം. ഞങ്ങളിത് വിശ്വസിച്ചിട്ട് കുറേ വർഷങ്ങളായി.
ഇതെല്ലാവരോടും അറിയിക്കാനുള്ള ആ ഉത്തരവാദിത്തം കൊണ്ടാണ് ഞങ്ങൾ ഈ ടെലിവിഷൻ കണ്ടിലേക്ക് കയറിയത്. വീടുകളിൽ പറയാനും കവലകളിൽ പ്രസംഗിക്കാനും ഞങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. ഇതാ നിങ്ങളോട് വീണ്ടും പാദം പിടിച്ചപേക്ഷിക്കുകയാണ്. യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനം നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ പാപിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. പാപി അല്ലെന്ന് പറയാൻ പറ്റൂല. പാപിയാണെന്ന് ബോധ്യം വന്നാൽ അടുത്ത പടി യേശുവിന്റെ കുരിശിന്റെ ചൂട്ടിലേക്ക് വരിക, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. അങ്ങനെ നിങ്ങൾ രക്ഷാനിർണയം പ്രാപിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപങ്ങളെ ഏറ്റുപറയുക, ക്രിസ്തുവിന്റെ യാഗത്തെ വിശ്വസിക്കുക. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാവരും സത്യം ഗ്രഹിപ്പാൻ കൃപ ചെയ്യണമേ. പിശാചിന്റെ പോരാട്ടത്തിൽ ജനത്തെ വിടിവിക്കണമേ. അവിശ്വാസത്തിൽ നിന്ന് വിടിവിക്കണമേ, തെറ്റിദ്ധാരണയിൽ നിന്ന് വിടിവിക്കണമേ, സങ്കല്പങ്ങളിൽ നിന്ന് വിടിവിക്കണമേ, പാരമ്പര്യത്തിൽ നിന്ന് വിടിവിക്കണമേ, മൂഢ ആചാരങ്ങളിൽ നിന്ന് വിടിവിക്കണമേ, കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകളെ അഴിക്കണമേ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേലുള്ള കെട്ടുകൾ പൊട്ടട്ടെ, പാരമ്പര്യ കെട്ടുകൾ പൊട്ടട്ടെ, അവിശ്വാസത്തിന്റെ ആ മൂടുപടങ്ങൾ മാറട്ടെ, ആ തെറ്റിദ്ധാരണ മൂടുപടങ്ങൾ മാറട്ടെ, അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെയും ആ മൂടുപടങ്ങൾ, ആ കയറുകൾ മുറിഞ്ഞു മാറുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ആമേൻ. തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കേണ്ട. ഇന്ന് തന്നെ ഒരു കാർഡ് അയക്കുക. നിങ്ങൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു.